വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ വാഗ്മിയും ഗ്രന്ഥകാരനും ദൈവശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളച്ചനാണ് ഇത് നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കൊല്ലരുതെന്ന് പറയുന്ന ആ പ്രമാണത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. സമാധാന സ്ഥാപനം അതുപോലും ഈ കൽപ്പനയിലാണ് ഈ മതബോധന ഗ്രന്ഥം എഴുതി ചേർത്തിട്ടുള്ളത്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ കടപ്പെട്ടവർ മനുഷ്യജീവനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണെന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് അത് വിശദീകരിക്കാം. ഈ സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കൊല്ലുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാവുള്ളൂ. പക്ഷെ എന്താണ് സമാധാനം? അത് പൊതുവേ നമ്മൾ മനസ്സിലാക്കുക, യുദ്ധമില്ലെങ്കിൽ, ലഹളകളില്ലെങ്കിൽ, അക്രമങ്ങളില്ലെങ്കിൽ സമാധാനമായി എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉള്ളിലുണ്ട്. അത് സാർവത്രിക മതബോധനം വളരെ ഊന്നി പറയുന്നൊരു കാര്യമാണ്. യുദ്ധത്തിൻ്റെ അഭാവമല്ല സമാധാനം. യഥാർത്ഥത്തിൽ ക്രിസ്തീയമായ ദൈവശാസ്ത്രം അനുസരിച്ച് സമാധാനം എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ടും അതുപോലെ സഹോദരങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ടുള്ള ആ ബന്ധങ്ങൾ അത് ഏറ്റവും പക്വമായിട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സമാധാനം ഉണ്ടാകുക. നിലനിൽക്കുന്ന ബന്ധമാണ്. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ വന്നാൽ തീർച്ചയായിട്ടും മനുഷ്യ സംസ്കാരത്തിലെ അസമാധാനത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അവൻ സൃഷ്ടിക്കും. ബന്ധത്തിൽ അതിന് കാണും. അതിൽ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഉടനെ അവനെ പൊളിവ് വരും. അപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധവും അതുപോലെ ദൈവികവുമായിട്ടുള്ള അവൻ്റെ സൃഷ്ടാവിനോടുള്ള അവൻ്റെ ബന്ധവും അത് സന്തുലിതമായ അവസ്ഥയിൽ നീതിനിഷ്ഠമായ രീതിയിൽ ജീവിച്ചു പോയാൽ മാത്രമാണ് സമാധാനം ഉണ്ടാവുള്ളൂ. ദൈവഭരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവം ഭരിക്കുന്ന അവസ്ഥയാണ് സമാധാനം ഉണ്ടാവുക. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരാജ്യഭരണം എന്ന് പറഞ്ഞാൽ നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സുരക്ഷിതമായിട്ട് കാരുണ്യത്തിലും സഹാനുഭൂതിയിലും പരസ്പരം ജീവിക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക ചുറ്റുപാടിനെയാണ് നമ്മൾ ഒരു ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് കേവലം നിഷേധാത്മകമായ അർത്ഥത്തിൽ യുദ്ധമോ കലഹങ്ങളോ സ്പർദ്ധയോ ഇല്ലാതിരിക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത വണ്ണം വളരെ ഭാവാത്മകമായിട്ടും ക്രിയാത്മകമായിട്ടും നീതിയും സ്നേഹവും സത്യവും കാരുണ്യവും സഹാനുഭൂതിയും അതുപോലെ സ്വാതന്ത്ര്യവും എല്ലാവർക്കും സംലഭ്യമാകുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത്. അവിടെ വ്യക്തികൾക്ക് പരിരക്ഷയുണ്ടാവും, സ്വതന്ത്രമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും അവസരമുണ്ടാകും, മനുഷ്യൻ്റെ വ്യക്തിമാഹാത്മ്യത്തെ എല്ലാവരും അംഗീകരിക്കും, അതുപോലെ സഹോദര ബുദ്ധിയെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബലഹീനരായവർക്ക് നീതി കിട്ടും, സഹായം കിട്ടും. അവർക്ക് എല്ലാ മനുഷ്യരും തുല്യരല്ല. ജന്മം കൊണ്ടും സാമൂഹിക ചുറ്റുപാടുകൾ കൊണ്ടും മനുഷ്യൻ പല തട്ടുകളിലായിട്ട് ജീവിക്കുന്നതാണ്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ചെറിയ ആളുകൾക്ക് നീതി കിട്ടുക, അതാണ് ദൈവഭരണം എന്ന് പറഞ്ഞാൽ. അതിന് ഏറ്റവും നല്ല കാര്യം നമുക്ക് സുവിശേഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു അതിൻ്റെ അടിത്തറ പാകിയിട്ടുണ്ട്. മലയിലെ പ്രസംഗത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ, അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ഭൂമിയിൽ യാഥാർത്ഥ്യമായി വരുന്ന ആ സ്ഥിതിവിശേഷത്തെയാണ് യഥാർത്ഥത്തിൽ സമാധാനമുള്ള ദൈവത്തിൻ്റെ ഭരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ദൈവരാജ്യം ഭരണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. ഇവർ വിചാരിക്കണേ ഇവിടെ ഏതോ ക്രിസ്തു മതരാജ്യം ഇവിടെ ഏതോ സ്ഥാപിക്കാൻ പോവാണ്. അതല്ല, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ നടപ്പിലാകുന്ന ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ്. ഈ ദൈവരാജ്യ ഭരണത്തിന് വേണ്ടി യജ്ഞിക്കുക എന്നുള്ള ക്രിസ്ത്യാനിയുടെ ധർമ്മത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? ദരിദ്രർ ആത്മാവിൽ ദരിദ്രം ഭാഗ്യവാൻ, സ്വർഗരാജ് അവരുടെ തന്നെ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം നടക്കുമ്പോൾ ദരിദ്രരായവരെ
ആയിരിക്കും ഈ ദൈവഭരണത്തിലെ ഏറ്റവും സ്വർഗരാജ്യത്തിലെ മുൻപന്തിയിൽ നിൽക്കുക. അതുപോലെ വിലപിക്കുന്ന ആളുകൾക്കെല്ലാം ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർക്ക് ഭൂമി ലഭിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവര് അവർക്ക് സംതൃപ്തി ലഭിക്കും എന്ന് പറഞ്ഞു. കരുണയുള്ളവർ അവർക്ക് ഭാഗ്യവാന്മാരായി തീരും, അവർ ജീവിക്കും, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. സമാധാനം സംസ്ഥാപിക്കുന്നവർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ കൃത്യമായിട്ട് ദൈവഭരണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ബലഹീനമായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ സ്വാതന്ത്ര്യവും ഈ സമാധാനം, അതുപോലെ സ്നേഹം, നീതി എല്ലാം ഉറപ്പുവരുന്ന ഒരു ജീവിത വ്യവസ്ഥയെയാണ് നമ്മൾ ഈ സമാധാനം എന്നതുകൊണ്ട് ക്രിസ്തീയമായ ദൈവശാസ്ത്രത്തിൽ നമ്മൾ വിവക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ പല സമയത്തായിട്ട് സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ, അങ്ങയോടുകൂടെ എന്ന് പറയുമ്പോൾ ഈ പലരും വിചാരിച്ചിട്ടുള്ളത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വിഷയാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സമാധാനം, പിതാവിൻ്റെ സമാധാനമാണ് ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എനിക്ക് തോന്നുന്നില്ല പലരും എത്തിയിട്ടുണ്ടെന്നുള്ളത്. അതെ, അവിടെ ശരിക്ക് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതിയും സത്യവും ജീവനും കാരുണ്യവും സഹാനുഭൂതിയും സ്വാതന്ത്ര്യവും സമ്മാനിക്കുന്ന ഒരു ജീവിതം ഞാൻ ഈ ബലിക്ക് ശേഷം ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പാണ് സമാധാനം അങ്ങയോടും കൂടെ എന്ന് നമ്മൾ തിരിച്ചു പറയുമ്പോൾ, സമാധാനം നിന്നോടും കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ പണ്ട് ഈ കോവിഡിന് മുമ്പ് അത് ടച്ച് ചെയ്തിട്ടുള്ളൊരു സമാധാനം കൊടുക്കില്ലായിരുന്നു. കോവിഡോട് കൂടിയിട്ട് അത് മാറിയിട്ട് പോയി. അപ്പം അത് ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള സഹോദരനോട് ഐക്യത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമായിട്ട് അതൊരു പക്ഷേ തരം താഴ്ന്ന് കാണും ചില സന്ദർഭങ്ങൾ. ശരിയാണ്. അതുപോലെ തന്നെ ഈ ഇതിനോട് ചേർന്ന് വരുന്നതാണ് യുദ്ധം. പലരും വിചാരിച്ചിട്ടുള്ളത് യുദ്ധം ഒഴിവാക്കാനായിട്ട് ആയുധങ്ങൾ ശേഖരം കൂട്ടിയാൽ പോരെന്ന്. കാരണം നമ്മുടെ കയ്യിൽ കൂടുതൽ ആയുധം ഉണ്ടാകുമ്പോൾ പിന്നെ ആരും നമ്മുടെ യുദ്ധത്തിന് വരില്ല എന്നുള്ളത്. അപ്പോൾ ആയുധങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണോ? അല്ലെങ്കിൽ സഭ എങ്ങനെയാണ് യുദ്ധത്തെ കാണുന്നത്? നീതിയുക്തമായ യുദ്ധം എന്നൊക്കെ പറയുന്നത്, ജസ്റ്റ് വാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരെ, നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകരെ ആത്മീയമായ ചിന്തകളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നീതിപൂർവമായ യുദ്ധത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ അവർക്ക് അല്പം താത്വികമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരു പടി കൂടി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മളെല്ലാം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ ലോകത്തിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവിടെ നടക്കുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. വേറെ പല സ്ഥലങ്ങളിലും അതുപോലെയുള്ള മുൾമുനകളിലേക്ക് പല രാജ്യങ്ങളും എത്തി നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ പലരും പറയും നീതിപൂർവമായിട്ടുള്ള യുദ്ധം കുഴപ്പമില്ല, ജസ്റ്റ് വാർ, സാർ പറഞ്ഞതുപോലെ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് സഭ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ഒരു കൃത്യമായ ഒരു ഒറ്റ ഉത്തരമായിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ സഭാ മാർപ്പാപ്പമാർ, കാലാകാലങ്ങളിലുള്ള ബിഷപ്സ് കോൺഫറൻസ് ഓരോ രാജ്യങ്ങളിലും ഈ നീതിപൂർവകമായ യുദ്ധം അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നൽകിക്കൊണ്ട് അത് നമ്മുടെ അനുവാചകരായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജോൺ 23 മാർപ്പാപ്പ പാച്ചമെൻ തെറീസ് പീസ് ഓൺ എർത്ത് എന്ന് പറയുന്ന ആ ലേഖനത്തിൽ നമ്പർ 37 ഇങ്ങനെയാണ് പറയണത്: ഈ വേറെ ഇനി ഒരു വഴിയും ഇല്ല എന്ന് വിചാരിക്കുക, അക്രമിയെ നിലയ്ക്ക് നിർത്താൻ യാതൊരു വഴിയും ഇല്ല. അത്രയും വലിയ ഭീഷണി ലോകത്തിന് ഉയർത്തിക്കൊണ്ടാണ് ഒരു ആള് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വേറൊരു വഴിയും നമുക്കില്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനായിട്ട് നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീതിപൂർവകമായ ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എന്നാണ്. പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശത്രുവിനെ നിർവീര്യമാക്കി ലോകത്ത് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിരോധത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ഒരു സോഷ്യൽ ഓർഡർ, അതായത് ഇവിടെ നീതിയും സത്യവും സ്വാതന്ത്ര്യവും ഒക്കെ പുലരുന്ന ഒരു വ്യവസ്ഥിതി വളരാൻ
വേറെ ഇനി ഒരു വഴിയുമില്ല എന്ന് കാണുന്ന അവസാനത്തെ മാർഗമായിട്ട് മാത്രമേ ഈ ഒരു വാർ, അല്ലെങ്കിൽ അതിനെ ഉള്ളൊരു ചെറിയ ന്യായമാണ് നേരത്തെ സാറ് പറഞ്ഞ പലരും പറയുന്നത്, നമ്മൾ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചാൽ മറ്റൊരാൾക്ക് ഭയം വരുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആയുധ ശേഖരങ്ങൾ നടക്കുന്നത് എന്തിലാണ് അവസാനിക്കുക? ആയുധ പന്തയത്തിലേ അവസാനിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നത് എല്ലാ സമ്പന്ന രാജ്യങ്ങൾ മാത്രമല്ല, ഒട്ടും സമ്പന്നമല്ലാത്ത വികസനത്തിൻ്റെ പാതയിലായിരിക്കുന്ന അല്ലെങ്കിൽ അവികസിതമായ രാജ്യങ്ങൾ പോലും വലിയ ഭീമമായ തുക ചെലവാക്കി ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ കാര്യം, ഇന്ത്യയുടെ കാര്യം നമുക്കറിയാം, പാകിസ്ഥാൻ്റെ കാര്യം അറിയാം, ചൈനയുടെ കാര്യം അറിയാം. ഇന്ത്യയൊക്കെ ഇങ്ങനെ വികസനത്തിലേക്ക് കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങളിലാണ് അത് പെടുത്തിയിട്ടുള്ളത്, വികസിത രാജ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാനൊക്കെ ആണെങ്കിൽ അത്ര പോലുമല്ല. ഒരുപാട് പട്ടിണിയും ഒരുപാട് പ്രശ്നങ്ങളുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ നമ്മൾ ഇത്രമാത്രം തുക ഇത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ചൈനയും പാകിസ്ഥാനും അടുത്ത് കിടക്കുന്നത് കൊണ്ട് എന്നുള്ള ഒരു ന്യായതും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് ഒരു അക്രമി വളരെ ഭീകരനാണ്. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ഉണ്ടായ കാരണം അതായിരുന്നു. വാസ്തവത്തിൽ 5 വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലിട്ട് കിരാതമായ രീതിയിലുള്ള കൊലകൾ നടത്തുക. 3 രാജ്യങ്ങൾ, ജപ്പാൻ, അപ്പോൾ അവിടെ അവസാനം ഒരു ഗതികെട്ടാണ് എന്ന് പറയുന്നു, അമേരിക്ക കൊണ്ടുപോയി ഈ അണവായുധം പ്രയോഗിച്ചു. പക്ഷേ അത് എത്രയോ വലിയ ഭവിഷ്യത്തുകളാണ് പിന്നീട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അത് നമുക്ക് പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ അവസരത്തിൽ 1953 ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ച വളരെ സജീവമായിരുന്നു. വീണ്ടും ശീതയുദ്ധം ഇങ്ങനെ കുറേശ്ശെ, അമേരിക്ക ഒരു സൈഡിൽ, റഷ്യ മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ വേറൊരു സൈഡിൽ, രണ്ടുപേരും ഇതുപോലെ വലിയ ഭീകരമായ അണുവായുധങ്ങൾ ആയിരക്കണക്കിന് ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചർച്ചകൾ സഭാമണ്ഡലത്തിൽ വളരെയധികം സജീവമായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്കയിലെ മതമേലധ്യക്ഷന്മാരുടെ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു പറയുന്നു, ഒരു ഭയപ്പെടുത്താൻ വേണ്ടി, അക്രമിയെ ഭയപ്പെടുത്താൻ വേണ്ടി, നിർത്താൻ വേണ്ടി ഒരു പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപാധികളോടുകൂടെ ഈ ഒരു യുദ്ധം വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാവുന്നതാണ് എന്നുള്ളൊരു ചിന്ത അവിടുത്തെ ബിഷപ്സ് കോൺഫറൻസ് പറയുന്നുണ്ട്. അതേ അവസരങ്ങളിൽ തന്നെ 1953 ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസിൽ ഞാൻ വായിച്ചപ്പോൾ അവിടെയും കണ്ടത്, അഗ്രസീവ് വരുന്ന അക്രമിയായിട്ട് വരുന്ന ഒരാളെ ഒന്ന് നിരുത്സാഹപ്പെടുത്താനായിട്ട് അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ അത് പൂർണ്ണമായിട്ട് സത്യമാണെന്നോ ശരിയാണെന്നോ ഒന്നും സഭ ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട്, അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകൾ ലോകത്തിന് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ആ അക്രമിയെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ വേണ്ടി മാത്രമേ ഇങ്ങനെയുള്ള ഒരു വാർ, ഒരു ജസ്റ്റ് വാർ, നീതിപൂർവകമായ യുദ്ധം എന്നൊക്കെ പറയുന്നത് ന്യായീകരിക്കാനായിട്ട്. പക്ഷേ മതബോധന ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ടെങ്കിലും പല മാർപ്പാപ്പന്മാരും യുദ്ധമേ പാടില്ല എന്ന് പറയുന്ന. അതെ, അതാണ് ഏറ്റവും കരണീയമായ കാര്യം ഉള്ളത്. ഇനി അഥവാ അങ്ങനെ ഒരു നിരായുധീകരണമാണ് സഭ എന്നും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ സഭ മുന്നോട്ട് വയ്ക്കുന്ന ഈ നിരായുധീകരണം എന്ന് പറയുന്ന സാറ് പറഞ്ഞ ആ കാര്യത്തിന് അത്ര ഒരു കാര്യക്ഷമതയുള്ള ഒരു മറുപടിയായിട്ട് അല്ലെങ്കിൽ ഒരു നടപടിയായിട്ട് ആരും കരുതുന്നില്ല എന്നുള്ളതാണ്. നിരായുധീകരണം സാധ്യമല്ല പ്രായോഗികമായിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതികളിൽ ആളുകൾ കണക്കാക്കുന്നത്. പക്ഷേ അപ്പോൾ അതിന് ചില നിബന്ധനകൾ, അഥവാ ഇനി നീതിപൂർവകമായ യുദ്ധം തന്നെ ചെയ്യുകയാണെങ്കിൽ ചില നിബന്ധനകൾ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, സമാധാനത്തിനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ട് കഴിഞ്ഞു, ഇനി വേറൊരു നിവൃത്തിയില്ല, ഇനി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഈ അക്രമി ലോകം ചുട്ട് ചാമ്പലാക്കും എന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ആ നാശം അത്ര അതിവിദൂര ഭാവിയിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി ജസ്റ്റ് വാർ ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും സഭ പറയുന്നത്, ഈ അക്രമി ഉണ്ടാക്കാവുന്ന ഒരു വലിയ നാശത്തേക്കാൾ വലിയൊരു നാശം ഉണ്ടാക്കാനാണ് ജസ്റ്റ് വാർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യാനും പാടില്ല.
ഇനി അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ തന്നെ യുദ്ധകാലങ്ങളിൽ പാലിക്കേണ്ട കുറേ ധാർമ്മികമായ നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ഇതൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ പലതും. ഇപ്പോൾ അതിൽ പറയുന്ന ഒന്നെന്ന് വെച്ചാൽ സൈനികരല്ലാത്തവരെ, പൊതുജനങ്ങളെ ഒരിക്കലും ഈ യുദ്ധം സ്പർശിക്കരുത്. പക്ഷെ നമുക്കിപ്പോൾ ഗാസയിലൊക്കെ നടക്കുന്ന അവിടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് ആളുകൾ പോലും മരണത്തിൽ ഇങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധത്തിലും നീതി ഉണ്ടാകും, നീതിപൂർവകമായൊരു യുദ്ധം ഉണ്ടെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മുറിവേറ്റ പട്ടാളക്കാരെ പിന്നെ വെടിവെച്ച് കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തടവുകാരെ അവരുടെ പ്രാഥമികമായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് അവരെ വ്യക്തിമഹാത്മ്യത്തോടുകൂടി അവരെ പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഉപാധികൾ സഭ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ന്യൂനപക്ഷ സമുദായത്തെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്പാടെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടാനായിട്ട് ജസ്റ്റ് വാർ, ആ ആളെ നിലയ്ക്ക് നിർത്താനായിട്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒരു മതത്തിൻ്റെ വിഭാഗമായിരിക്കാം, ഒരു ജാതിയായിരിക്കാം, ഒരു വർഗമായിരിക്കാം. ഇപ്പോൾ മെയ്തൈ ഒക്കെയുള്ള നമ്മുടെ മണിപ്പൂരിലൊക്കെ നടന്ന അക്രമങ്ങളുടെയൊക്കെ പുറകിൽ ഇങ്ങനെ ഒരു വംശത്തെ, ഒരു വർഗത്തെ അപ്പാടെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളുണ്ട് എന്നുള്ള ഒരു ചില ആരോപണങ്ങളൊക്കെ അവസരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആണവ ജൈവ രാസായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ എന്നും എതിർക്കുന്നു. അതുപോലെ ആയുധശേഖരം ഒരിക്കലും ഒരു പരിഹാരമല്ല, അത് ആയുധ മത്സരത്തിലേക്കേ നീങ്ങുകയുള്ളൂ. പക്ഷേ വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഒരു ലെസർ ഈവിൾ എന്ന രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ചെയ്യാൻ ആണ് ഇപ്പോഴും പൊതുവെ ലോകമനസാക്ഷിയെ നിയന്ത്രിക്കുന്ന എല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരമായിട്ട് പറയുന്നത്. പക്ഷേ അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ ജസ്റ്റ് വാർ എന്ന് പറയുന്നത് നീതിപൂർവകമായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷമയെക്കുറിച്ചുള്ള ഭാഗം കൂടിയുണ്ട്. ശത്രുവിനെ സ്നേഹിക്കാനായിട്ടാണ് യേശു സുവിശേഷത്തിൽ പറയുന്നത്. ഈ ശത്രു സ്നേഹം ഒരു ബലഹീനതയായിട്ട്, അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ആ ഒരു കഴിവില്ലായ്മയായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ വരുന്നത്. ഈ കൊല്ലരുതെന്നുള്ള പ്രമാണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ശത്രു സ്നേഹത്തിനെ കുറിച്ച് എന്താണ് വിശദീകരിക്കുക? അത് വളരെ സങ്കീർണമാണ്. ഇതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുവേ നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, അടിക്കുക തിരിച്ചടി, അടിച്ചാൽ തിരിച്ചടിക്കണം, അങ്ങനെ അതിനെ ഒതുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാർമ്മിക ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം കിട്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കാറുണ്ട്, അത് എൻ്റെ ഒരുപക്ഷെ എന്നെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കണം എല്ലാവരും എന്നില്ല. പക്ഷെ കർത്താവ് നമ്മളോട് അതല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് ഞാൻ പറയുന്നു, എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റു കരണം കൂടി അടിച്ച് കാണിച്ചു കൊടുക്കണം, അടിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം നമ്മളൊരാളെ അടിക്കുമ്പോൾ വെട്ടാൻ വരണ കൂത്താവന കാട്ടുപോത്തൻ്റെ മുന്നിൽ നിന്ന് കൊടുക്കണം എന്നൊന്നും അല്ല കർത്താവ് ഉദ്ദേശിച്ചത്. അതായത് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ഷമയിലൂടെ ഈ മനുഷ്യൻ്റെ, ശത്രുവിൻ്റെ മനസ്സിനെ മാനസാന്തരപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരമാർഗം ഏതിനെ സമാധാനം സ്ഥാപിക്കാൻ എന്നാണ്. അങ്ങനെ അവനെ കീഴ്പ്പെടുത്തണം. അങ്ങനെ അതാണ് പൗലോസ് ശ്ലീഹയൊക്കെ പറയുന്നുണ്ട്. അതായത് നീ നിൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുമ്പോൾ നീ അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടിയിടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ ഭാരതത്തിൽ അത് നിറവേറ്റിയതാണ്. വളരെ അപൂർവമായ ചില ആളുകൾ മരണപ്പെട്ടെന്നല്ലാതെ അദ്ദേഹം അക്രമരാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ ക്രിസ്തു അല്ലെങ്കിൽ ഗീതയിലൊക്കെ ഉള്ള പലകളിൽ നിന്നും അദ്ദേഹത്തിന് വളരെയധികം ഇൻസ്പിറേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആ സ്വയം കുരിശിലേറി മരിച്ച ആ ഒരു മനോഭാവം, അദ്ദേഹം വത്തിക്കാൻ്റെ ഗാർഡനിൽ ചെന്ന് അവിടെയുള്ള രൂപത്തിൻ്റെ മുന്നിൽ പോയി പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. ഇതാ അങ്ങ് തുണിയില്ലാതെ ഇവിടെ കിടക്കുന്നു, ഞാനും പകുതിയെ തുണി ധരിക്കുന്നുള്ളൂ,
അങ്ങയുടെ സന്ദേശമാണ് ഞാൻ ജീവിതത്തിൽ പുകർത്തുന്നതെന്നൊക്കെ ഗാന്ധി പറയുന്നതായിട്ട്. വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട്, ഒരു രാഷ്ട്രീയമായ ആയുധമായിട്ട് അക്രമരാഹിത്യത്തെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു മഹാത്മാ. അദ്ദേഹത്തിൻ്റെ പാത തന്നെയാണ് നെൽസൺ മണ്ടേലയൊക്കെ ആഫ്രിക്കയിൽ തുറന്നത്. അപ്പോൾ അത് അപ്പാടെ പരാജയപ്പെട്ടൊരു വഴിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്തു മതത്തിനോ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനോ യാതൊരു അർത്ഥവുമില്ലാതെ വരും. നമ്മൾ ഇവിടെ ഒരു അക്രമി അല്ലെങ്കിൽ ഒരു സമൂഹം വേറൊരു സമൂഹത്തെ ശത്രുവായിട്ട് കാണുകയും ആ ശത്രുവിനായിട്ട് കണ്ട് എന്തെങ്കിലും അതിൽ ചില തീവ്രവാദപരമായ ആളുകളുടെ ഭാഗത്തു നിന്ന് തെറ്റായ നടപടികൾ ഉണ്ടാവുകയും ചെയ്താൽ ഉടനെ തന്നെ തിരിച്ചടിച്ചാൽ ഉണ്ടാകുന്ന എന്താണ്? ഇപ്പുറത്തും കുറേ തീവ്രവാദികളെ സൃഷ്ടിക്കാം, അവിടെ ഉണ്ടായിരുന്ന കുറേ അഭ്യസ്തവിദ്യരും അതുപോലെ തന്നെ മറുപക്ഷത്തുണ്ടായിരുന്ന തീവ്രവാദികളല്ലാത്ത വളരെ മതേതരമായി ചിന്തിക്കുന്നതായ ആളുകളെ കൂടി തീവ്രവാദികളാക്കാമെന്ന് മാത്രമേ ഇതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അവസാനം ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടാകുകയില്ല. കുറേ രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു ശാന്തത ഉണ്ടായി എന്നല്ലാതെ. അപ്പോൾ നമ്മൾ ക്രൈസ്തവരായ ആളുകൾ അടിക്ക് തിരിച്ചടി എന്നതിനേക്കാൾ മറ്റു മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഈ നീതിപൂർവകമായ യുദ്ധം എന്ന് പറയുന്നത് പോലെ തന്നെ മാർപ്പാപ്പന്മാർ അതിനെ ചില ഘട്ടങ്ങളിൽ പറയുന്നത് വേറൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോഴാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതല്ല. ആരെങ്കിലും ഒരു ചെറിയ പ്രകോപനം സൃഷ്ടിച്ചാൽ ആ പ്രകോപനത്തിന് ഉടനെ പ്രകോപനം നമ്മൾ നടത്തിയില്ലെങ്കിൽ നമ്മൾ ചെറുതായി പോകുന്നു, നമ്മൾ ഇല്ലാതായി പോകുന്നു. ഡയലോഗിൻ്റെ മാർഗം അവിടെ ഉണ്ടല്ലോ. ഈ രണ്ട് മതസമൂഹങ്ങളിലും ജാതി സമൂഹങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ സമൂഹങ്ങളിലും എത്രയോ ഒരു സംഭാഷണത്തിൻ്റെ രീതിയിലൂടെ അഭ്യസ്തവിദ്യരും കുലീനരും മതവിശ്വാസികളുമായ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങൾ എത്രയോ വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ ഒട്ടും പരിശോധിക്കാതെ, അതിന് നമ്മൾ തയ്യാറാകാതെ ഈ അക്രമിക്ക് തിരിച്ചക്രമത്തിലൂടെ മാത്രം മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ ഭീഷണിയുടെ സ്വരത്തിലൂടെയാണ് മറുപടി പറയുക എന്നുള്ളതിനോട് എനിക്ക് സുവിശേഷത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. അത് ക്രൈസ്തവമായ ഒരു മാർഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ശാശ്വതമായ ഒരു പരിഹാരവുമല്ല, അത് ക്രിസ്തീയതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശത്രുവിനെ നേടേണ്ടത് ക്രൈസ്തവമായ മാർഗത്തിലൂടെയാണെന്ന് തന്നെയാണ്. എന്നാൽ ശത്രുവിനെ നമ്മൾ സ്നേഹത്തിലൂടെ കാരുണ്യത്തിലൂടെ ഒരുപക്ഷെ നേടിയാൽ അവനും പരാജയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ ആത്മാഭിമാനം പോലും തകരാതെ അവൻ പിന്നീട് ഒരു സമാധാനത്തിൻ്റെ കാവൽഭടനായിട്ട് മാറുമെന്നാണ് നമ്മൾ ഈ അടുത്ത നാളിൽ പോലും നമ്മൾ പഠിച്ചൊരു പാഠം. സിസ്റ്റർ റാണി മരിയയെ കൊലപാതകം ചെയ്ത ആ വ്യക്തി തന്നെ പിന്നീട് വീട്ടിൽ വന്ന് മാപ്പ് ചോദിക്കുകയും അവരുടെ അമ്മ ആദ്യം ആ ആളോട് വ്യക്തിപരമായിട്ട് ഫ്രാൻസിസ് അസീസിയെ നമ്മൾ മറന്നു പോകരുത്. 3 നൂറ്റാണ്ടുകളോളം മുസ്ലിം മതങ്ങളും ക്രിസ്തു മതവും തമ്മിൽ നീണ്ട യുദ്ധങ്ങൾക്ക് അവസാനം അതിന് അഴവ് വരുത്തിയത് ഈ ഫ്രാൻസിസ് അസീസി സുൽത്താനേറ്റിൻ്റെ കീഴിൽ ചെന്ന് 2 ആഴ്ചത്തോളം അവിടെ താമസിച്ച് എന്താണ് ഈ ക്രിസ്തു മതത്തിൻ്റെ യഥാർത്ഥമായ സത്ത എന്ന് ആ വിശുദ്ധ ഫ്രാൻസിസിലൂടെ ആ സുൽത്താൻ മനസ്സിലാക്കിയപ്പോഴാണ് ഈ തീയൊന്ന് അണഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടട്ടെ, ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കർത്താവിൻ്റെ മാതൃകയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ആ ഫ്രാൻസിസ് അസിസിയുടെ പേരാണല്ലോ ഇന്നത്തെ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രമാണത്തിന് കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള എപ്പിസോഡുകളുടെ അവസാനമായിട്ട് ഇന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ കൊല്ലരുത് എന്ന് പറയുന്ന ചെറിയ വാക്ക് ഇത്രമാത്രം വിശാലമാണെന്ന് പലരും ഇപ്പോഴായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. എല്ലാവരുടെയും പേരിൽ അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. 10 പ്രമാണങ്ങളിലെ കൊല്ലരുത് എന്ന് പറയുന്ന പ്രമാണത്തിൻ്റെ വളരെ വിശദീകരിച്ചുള്ള എപ്പിസോഡുകളിലെ അവസാനത്തെ എപ്പിസോഡായിട്ടുള്ള ഇന്ന് ഈ പ്രമാണത്തിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നു. ഇതിൽ നമ്മൾ ജസ്റ്റ് വാറിനെ കുറിച്ച്, സമാധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച്, ശത്രുസ്നേഹത്തെക്കുറിച്ച്, ശത്രുസ്നേഹം ഒരു ക്ഷമിക്കുക എന്നുള്ള ബലഹീനതയല്ല എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.